ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് 2026 ഇറങ്ങാൻ പോകുന്ന സിനിമകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് പാട്രിയറ്റ് എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് മഹേഷ് നാരായണനാണ്. ഈ സിനിമയിൽ അഭിനയിക്കുന്നത് പ്രധാനമായും മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ, നയൻതാര, രേവതി എന്നീ പ്രധാന താരങ്ങളാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഈ പാട്രിയറ്റ് എന്ന ചിത്രം 2026 വിഷുദിനത്തിൽ പുറത്തിറക്കാനാണ് മൂവി ടീം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും 16 വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കാം. അപ്പോൾ എന്തായാലും 2026 ഇറങ്ങാൻ പോകുന്ന അടുത്ത സിനിമയാണ് ദൃശ്യം 3 എന്ന സിനിമ. ജിത്തു ജോസഫ് സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ ഇപ്പോഴും ഷൂട്ടിംഗ് നടന്നു വരികയാണ്. അപ്പോൾ ദൃശ്യം 3 എന്ന സിനിമ ഇറങ്ങാൻ പോകുന്ന വർഷം ജിത്തു ജോസഫ് അറിയിച്ചിട്ടുണ്ട്. 2026 ജനുവരി മാസത്തിലായിരിക്കും ദൃശ്യം 3 എന്ന സിനിമ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഒരു ത്രില്ലർ ജോണറിൽ ഇറങ്ങുന്ന ദൃശ്യം 3 എന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കും. അടുത്ത സിനിമ എന്ന് പറയുന്നത് ആട് 3 എന്ന സിനിമയിൽ ഷാജി പാപ്പനെ നമുക്ക് വീണ്ടും നല്ല രീതിയിൽ തന്നെ കാണാൻ 2000 ഈ ചിത്രം വരിക. അടുത്ത 2026 ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് ദിലീപിൻ്റെ D152 എന്ന സിനിമ. ദിലീപിൻ്റെ 152ാമത്തെ സിനിമയായി വരാനിരിക്കുന്ന ജഗൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് D152 എന്ന സിനിമ. സിനിമയുടെ പേര് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും സിനിമ 2026 തന്നെ സംഭവിക്കുമെന്ന് കരുതുന്നു. കാരണം എന്തായാലും നമുക്ക് നോക്കാം. അടുത്ത സിനിമ എന്ന് പറയുന്നത് ഐ ആം ഗെയിം. നെഹാസിൻ്റെ രണ്ടാമത്തെ ചിത്രമായി വരുന്ന സിനിമയാണിത്. നെഹാസ് എന്ന സംവിധായകൻ ആദ്യം ചെയ്ത സിനിമ RDX എന്ന സിനിമയാണ്. അപ്പോൾ RDX എന്ന വലിയ വിജയത്തിന് ശേഷം വരുന്ന അടുത്ത സിനിമയാണ് ദുൽഖർ സൽമാൻ നായകനാവുന്ന ഐ ആം ഗെയിം എന്ന സിനിമ. അപ്പോൾ ഈ സിനിമയ്ക്ക് വലിയ വലിയ പ്രത്യേകതകളുണ്ട്. KGFൻ്റെ സ്റ്റണ്ട് മാസ്റ്ററായ ആളാണ് ഇതിനു സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത്. സംവിധാനം ഇപ്പോഴത്തെ സ്റ്റാർ ആയിരിക്കുന്ന ജേക്സ് ബിജോയ്. അപ്പോൾ നമുക്ക് ഐ ആം ദ ഗെയിം എന്ന സിനിമ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സിനിമയാണ്. അപ്പോൾ എന്തായാലും അതിനുവേണ്ടി തന്നെ നമുക്ക് കാത്തിരിക്കാം. പിന്നെ ഇതിൻ്റെ ജോണർ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോണറാണ്. അടുത്ത സിനിമ എന്ന് പറയുന്നത് ജയസൂര്യയുടെ സിനിമ തന്നെയാണ്. ആ സിനിമയാണ് കത്തനാർ എന്ന സിനിമ. ജയസൂര്യ ഈ സിനിമയ്ക്ക് വേണ്ടി കുറേ വർഷങ്ങൾ മാറ്റി വരെ വെച്ചിട്ടുണ്ട്. വേറൊരു സിനിമയിലും അഭിനയിക്കാതെ ഈ സിനിമയിൽ മാത്രം തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിനുള്ളൊരു ഫലം എന്തായാലും സിനിമയിൽ ഉണ്ടാകും. പിന്നെ സിനിമ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. അപ്പോൾ എന്തായാലും കോടികൾ എറിഞ്ഞതിൻ്റെ ഒരു ഫലം എന്തായാലും സിനിമയിൽ കാണാനും കഴിയും. അപ്പോൾ എന്തായാലും കത്തനാർ എന്ന സിനിമ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ഹോം എന്ന സിനിമ ഡയറക്റ്റ് ചെയ്ത സംവിധായകനാണ് ഈ സിനിമയും സംവിധാനം ചെയ്യുന്നത്. ഹോം എന്ന നാഷണൽ അവാർഡ് സിനിമയ്ക്ക് ശേഷമാണ് ഈ സംവിധായകൻ കത്തനാർ എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സിനിമ 2026 ജനുവരി മാസത്തിൽ പുറത്തിറക്കാനാണ് മൂവി ടീം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കാം.